കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ പോളിംഗിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. 682 കേന്ദ്രങ്ങളിലായി 1317 ബൂത്തുകളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ സായുധ സേനയുൾപ്പെടെ മണ്ഡലത്തിൽ വിന്യസിച്ചിട്ടുണ്ട്. കാസർഗോഡ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ 13,63,937 വോട്ടർമാർ വിധിയെഴുതും. മണ്ഡലത്തിൽ 682 കേന്ദ്രങ്ങളിലായി 1317 ബൂത്തുകളിലാണ് വോട്ടെടുപ്പ് നടക്കുക. കാസർഗോഡ് ജില്ലയിൽ 512 കേന്ദ്രങ്ങളിലായി 968 ബൂത്തുകളാണ് ഒരുക്കിയത്. മഞ്ചേശ്വരം 198, കാസർഗോഡ് 188, ഉദുമ 195, കാഞ്ഞങ്ങാട് 196, തൃക്കരിപ്പൂർ 191 എന്നിങ്ങനെയാണ് നിയോജക മണ്ഡലാടിസ്ഥാനത്തിൽ ജില്ലയിലെ ബൂത്തുകളുടെ എണ്ണം. ജില്ലയിൽ മൊത്തം 3872 ഉദ്യോഗസ്ഥരെയാണ് തെരഞ്ഞെടുപ്പ് ജോലിക്കായി നിയോഗിച്ചിരിക്കുന്നത്. പോളിംഗ് ഡ്യൂട്ടിക്ക് നിയോഗിച്ച ഉദ്യോഗസ്ഥർക്ക് 2 ഘട്ടങ്ങളിലായാണ് വിദഗ്ധ പരിശീലനം നൽകിയത്. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കും കാസർഗോഡ് ജില്ലയിലെ വോട്ടർമാർക്കും പോളിംഗ് ബൂത്തുകൾ എളുപ്പത്തിൽ കണ്ടുപിടിക്കുന്നതിനായി QR കോഡ് ഉപയോഗിക്കുവാൻ സൗകര്യമുണ്ട്. ഇന്ത്യയിൽ ആദ്യമായാണ് തെരഞ്ഞെടുപ്പിന് ഒരു ജില്ലയിൽ QR കോഡ് സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നത്. ഇതിലൂടെ പോളിംഗ് ബൂത്ത് സ്ഥിതി ചെയ്യുന്ന പ്രദേശം ഉൾപ്പെടെയുള്ള വിവരങ്ങൾ നിമിഷങ്ങൾക്കകം കണ്ടെത്തുവാൻ സാധിക്കും. ജില്ലാ കളക്ടർ ഡോക്ടർ D. സജിത് ബാബുവിന്റെ പ്രത്യേക താൽപര്യപ്രകാരം രൂപകൽപ്പന ചെയ്തതാണ് ഈ മൊബൈൽ ആപ്ലിക്കേഷൻ. അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഇത്തവണ ബൂത്തുകളെ 3ആയി തിരിച്ചാണ് സുരക്ഷ ഒരുക്കിയിരിക്കുന്നത്. ഇതിനു പുറമെ ജില്ലയുടെ അതിർത്തി മേഖലകളിൽ പോലീസും വനം വകുപ്പും ചേർന്ന് പ്രത്യേക സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട്. അതീവ സുരക്ഷ ആവശ്യമുള്ള 43 ബൂത്തുകൾക്ക് പുറമെ 71 പോളിംഗ് ലൊക്കേഷനുകളും രാഷ്ട്രീയ പാർട്ടികൾ ചൂണ്ടിക്കാട്ടിയ 84 സെക്ടറുകളും കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലുണ്ട്. 90% മുകളിൽ പോളിംഗ് നടക്കുന്ന മണ്ഡലങ്ങളിൽ വെബ്കാസ്റ്റിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ വോട്ടെടുപ്പ് ദിവസം 84 സെക്ടറൽ മജിസ്ട്രേറ്റുമാരും ഡ്യൂട്ടിയിലുണ്ടാകും. 5 കമ്പനി കേന്ദ്രസേനയും സായുധ പോലീസും അടക്കമുള്ള ഉദ്യോഗസ്ഥരെ സുരക്ഷാ ചുമതലയ്ക്കായി നിയമിച്ചിട്ടുണ്ട്. മാവോയിസ്റ്റ് ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ ചിറ്റാരിക്കൽ, പെരിങ്ങോം പോലീസ് സ്റ്റേഷൻ പരിധികളിലും ജാഗ്രത ശക്തമാക്കിയിട്ടുണ്ട്. ഇതിനു പുറമെ കർണാടകയോട് അതിർത്തി പങ്കിടുന്ന 17 കേന്ദ്രങ്ങളിൽ പോലീസും റവന്യൂ ഉദ്യോഗസ്ഥരും വനമേഖലയിലെ 14 ഇടങ്ങളിൽ വനം വകുപ്പിന്റെയും കാവൽ ശക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് KCN. Aiva Silks, Kasargod, Kaningad, Mangalore.